ഓക്കെ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് 8th എക്സ്പെരിമെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബൈനറി സെർച്ച് ട്രീ എന്താണെന്നും അതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ആ ബൈനറി സെർച്ച് ട്രീ വെച്ച് നമ്മളൊരു വേർഡ് മീനിങ് പെയർ ആണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതിന് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കാരണം ഇത് ഏത് രീതി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാനൊരു ഓപ്ഷൻസ് മെനു ഡ്രിവൺ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ചോയ്സായിട്ട് കൊടുക്കുന്നത് നമ്മളൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഡിക്ഷണറിയിൽ വേർഡും മീനിങ്ങുമാണ് കൊടുക്കുന്നത്. ദെൻ ആ ഡിക്ഷണറി അടുത്ത ഓപ്ഷനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിക്ഷണറി അതുപോലെ അതിൻ്റെ കണ്ടൻറ്റ് അങ്ങ് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ തേർഡ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് നമുക്കൊരു വേർഡ് ഡിക്ഷണറിയിൽ എങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. നമുക്കൊരു വേർഡ് സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് കൊടുത്തിരിക്കുന്ന മീനിങ്ങിനെ നമുക്ക് ആൾട്ടർ ചെയ്യണമെങ്കിൽ അത്. ദെൻ ഫിഫ്ത്ത് ഓപ്ഷനായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് നമുക്കൊരു വേർഡിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം, ഡിക്ഷണറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് വെച്ചിട്ടാണ് ഞാൻ ആ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ബെറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ രീതിയിലാണ് ഇതിനകത്ത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ 8th എക്സ്പെരിമെൻറ്റ് ഇംപ്ലിമെൻ്റ് ദ ഡിക്ഷണറി ഓഫ് വേർഡ് മീനിങ് പെയർ യൂസിങ് ബൈനറി സെർച്ച് ട്രീ. ഇപ്പം ഞാനിപ്പോൾ ആൾറെഡി പറഞ്ഞു, ബൈനറി സെർച്ച് ട്രീ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അറിഞ്ഞുകൂടാത്തവർ തൊട്ട് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ബൈനറി സെർച്ച് ട്രീ എന്താണെന്ന് അതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ പ്രോഗ്രാം വെച്ച് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ആ സെയിം പ്രോഗ്രാം വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറെ പ്രസൻറ്റേഷനോ ഒന്നുമില്ല, നേരിട്ട് ഞാൻ പ്രോഗ്രാമിനകത്തേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ ഞാനിപ്പം റൈറ്റ് സൈഡിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ബൈനറി സെർച്ച് ട്രീയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോഗ്രാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എക്സ്പെരിമെൻറ്റ് 8 ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഈ ബൈനറി സെർച്ചും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ബൈനറി സെർച്ചിൽ ഞാൻ ഇൻറ്റിജർ കീ വെച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഇൻറ്റിജർ കീക്ക് പകരം 2 ക്യാരക്ടർ അറേസ് ആണ്, ഒന്ന് വേർഡും അതിൻ്റെ മീനിങ്. ഈ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ stdlib.h ഇത് malloc-ന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാണ്. ടൈപ്പ് സ്ട്രക്ട് ലിങ്ക് വേർഡ്. 50 ക്യാരക്ടേഴ്സ് ഉള്ളൊരു അറേയാണ്. അതുപോലെ ചാർ മീൻ അതും 50 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അറേയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ലെഫ്റ്റ് സ്റ്റാർ റൈറ്റ് ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നോഡ്. ഈ പഴയ ബൈനറി സെർച്ച് ട്രീയുടെ നോഡും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നോഡ് സ്റ്റാർ. ഇവിടെ ഇതിനകത്ത് ഇൻഡിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യണതാണ്. ഞാനിപ്പം ഈ റീഡിങ് ഇതിനകത്ത് തന്നെ കൊടുക്കാൻ ഒരു ചെറിയൊരു ചേഞ്ച്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കീ പാസ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പം ഇതിനകത്ത് റീഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നമ്മളൊരു ടെമ്പററി നോഡ്
ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു നോഡ് സ്റ്റാർ malloc size of node. അവർ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേർഡും അതിൻ്റെ മീനിങ്ങും സ്കാൻ ചെയ്ത് കയറ്റാണ്. പ്രിൻ്റ് ഓഫ് ഇന്നർ വേർഡ് സ്കാൻ ചെയ്യണം. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് സ്ട്രിങ് ആയിട്ട് പെർസെൻറ്റേജസ്. ഇനി നമ്മൾ റീഡ് ചെയ്ത സ്ട്രിങ് ആ ന്യൂ നോഡിൻ്റെ വേർഡായിട്ട് അങ്ങ് റീഡ് ചെയ്യും. ഡയറക്റ്റ് അതിനകത്തോട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇനി അടുത്ത് പ്രിൻ്റ് ഓഫ് എൻ്റർ മീനിങ്. ഇനി അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇതിൽ പറഞ്ഞതുപോലെ നള്ളാക്കുക. ആറ് ലെഫ്റ്റ് ഈക്വൽ ടു നള്ള്, റൈറ്റ് ഈക്വൽ ടു നൾ. ദെൻ അതിനെ അങ്ങ് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ഇത്രയേ ഉള്ളൂ. സെയിം പ്രോഗ്രാം തന്നെയാണ്. ഈ സക്സസർ ഞാൻ പിന്നെ എഴുതാം. അടുത്തത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വോയിഡ് ഇനോർഡർ ട്രാവേഴ്സലാണ്. ഇനോർഡർ ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ എന്ന് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇനോർഡർ ഒന്നും എഴുതിയെന്നേ ഉള്ളൂ. ഇനോർഡർ ട്രാവേഴ്സൽ ആയതുകൊണ്ടാണ് ഫീച്ചറിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പം ഇതെന്താണെന്നുള്ള മനസ്സ് മറന്നു പോരുത്. അതുകൊണ്ടാണ് ഇനോർഡർ തന്നെ കൊടുത്തത്. ഈ റൂട്ട് നോട്ട് ഈക്വൽ ടു നൾ അതാണ് ചെയ്യുന്നത്. നള്ളാണെങ്കിൽ നമ്മൾ പോകേണ്ട ലെഫ്റ്റ് സൈഡിലേക്ക് പോകുക. ഇനോർഡർ റൂട്ട് ആരോ ലെഫ്റ്റ്. then print of word വേർഡ് എന്ന് അതിൻ്റെ പെർസെൻറ്റേജസ് രണ്ട് ടാബ് ഇട്ടിട്ട് അടുത്തതായിട്ട് മീനിങ് എഴുതുക. മീനിങ് പെർസെൻറ്റേജ് എസ് ബാക്ക്സ്ലാഷ് കൊടുക്കുക. എന്നിട്ട് റൂട്ടിൻ്റെ വേർഡ് കോമ റൂട്ടിൻ്റെ മീൻ. ഇത്രയേ ഉള്ളൂ. ദെൻ എൻ്റെ റൈറ്റ് സൈഡ് പോവുക. ഇതിനോട് റൂട്ട് ആരോ റൈറ്റ്. ഇത്രയാണ് നമ്മുടെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ. ഇത്രയേ ഉള്ളൂ. ഡെൽ നോഡ് ഡിലീറ്റ് നോഡ് സക്സസർ ചെയ്യാൻ പിന്നെ എഴുതാം. ഇനി നമുക്ക് വേണ്ടത് മെയിനകത്ത് അല്ലെങ്കിൽ അതും കൂടെ എഴുതിപ്പോവാം. ഇൻവോർഡറും കൂടെ എഴുതിപ്പോവാം. അപ്പം ആദ്യം നമ്മൾ സക്സസറാണ് നോഡ്. നിങ്ങൾക്ക് അറിയാം, ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. സക്സസർ നോഡ് സ്റ്റാർ റൂട്ട്.
അതുപോലെ റൂട്ട് നമ്മൾ റൈറ്റ് ഇൻ ഓർഡർ സക്സസർ ആണ് പോകേണ്ടത്. റൂട്ട് ഇസ് ഈക്വൽ ടു റൂട്ട് ആരോ റൈറ്റ് ഓക്കെ. വൈൽ റൂട്ട് നോട്ട് ഈക്വൽ ടു നൾ ആൻഡ് റൂട്ട് ആരോ ലെഫ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. നോട്ട് ഈക്വൽ ടു നൾ കൊടുക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റുഡ് ആണ്. റൂട്ട് ഓർ ആൻഡ് റൂട്ട് ആരോ ലെഫ്റ്റ് ദെൻ റൂട്ട് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് മോസ്റ്റ് നോഡിലേക്ക് പോകുന്നതാണ് റൂട്ട് ആരോ ലെഫ്റ്റ്. ഈ ലൂപ്പ് കഴിയുമ്പം ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് നോഡിൽ എത്തിയിരിക്കും റൂട്ട് റിട്ടേൺ റൂട്ട്. ഇതാണ് ഇൻ ഓർഡർ സക്സസർ. ദെൻ ഡൽ നോഡ് എന്ന ഫംഗ്ഷൻ എഴുതുക. നോഡ് സ്റ്റാർ ഇതിനകത്ത് ഓക്കെ രണ്ടെണ്ണം കൂടെ വേണം കേട്ടോ. ഒരു സെർച്ചും അപ്ഡേറ്റും ഫൈൻഡ് ആൻഡ് റീപ്ലേസും കൂടെ നമുക്ക് എഴുതാനുണ്ട്. അത് ഇത് എഴുതിയിട്ട് എഴുതാം. ഡൽ നോഡ് സ്റ്റാർ റൂട്ട് സ്റ്റാർ. നമുക്ക് ഇങ്ങോട്ട് വരുന്ന നമ്പറല്ല, സ്ട്രിങ് ആണ്. ഏതൊരു വേർഡ് സെർച്ച് ചെയ്തിട്ട് ആ വേർഡ് ഉള്ള നോഡിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അൽഗോരിതം സെയിം തന്നെയാണ്. ഇഫ് റൂട്ട് ആരോ വേർഡ്, രണ്ട് വേർഡ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ strcmp എന്നാണ് ഫംഗ്ഷനാണ് ഇവിടെ വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് അല്ല ന്യൂമറിക് ഡാറ്റ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ കൊടുത്തത്. അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ strcmp റൂട്ട് ആരോ വേർഡ് സെർച്ച് ചെയ്യേണ്ടുന്ന വേർഡിനേക്കാൾ വലുതാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ട്രാവേഴ്സിൻ്റെ ലെഫ്റ്റിലേക്കാണ്. റൂട്ട് ആരോ ലെഫ്റ്റ് ഈക്വൽ ടു ഡൽ നോഡ് റൂട്ട് ആരോ ലെഫ്റ്റ് വേർഡ്. എൽസ് ഇഫ് strcmp റൂട്ട് ആരോ വേർഡ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൂട്ട് ആരോ റൈറ്റ് ഈസ് ഈക്വൽ ടു ഡൽ നോഡ് റൂട്ട് ആരോ റൈറ്റ് വേർഡ്. ഓക്കെ. ഇതും അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡാണ് എത്തിയിരിക്കുന്നത്. ഡിലീറ്റ് ചെയ്യേണ്ട നോഡില്ല. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് റൂട്ട് നള്ളാണോ, ലെഫ്റ്റ് ചൈൽഡ് നള്ളാണോ എന്ന് നോക്കുക. ഈ റൂട്ടിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് നള്ളാണോ എന്ന് നോക്കുക. ഈ റൂട്ട് ആരോ ലെഫ്റ്റ് ഈക്വൽ ടു നൾ ആണ് നോക്കുക. ലെഫ്റ്റ് ചൈൽഡ് നള്ളാണെങ്കിൽ നോഡ് അതിൻ്റെ റൈറ്റ് സബ്ട്രീയാണ് നമ്മൾ എടുത്ത് റിട്ടേൺ ചെയ്യുക. അതാണ് വേണ്ടത്. നോഡ് സ്റ്റാർ ടെംപ് ഇസ് ഈക്വൽ ടു റൂട്ട് ആരോ റൈറ്റ് and then return temp. ഇത്രയാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ റൂട്ടിൻ്റെ റൈറ്റ് നള്ളാണെന്ന് നോക്കുക. റൈറ്റ് ഈക്വൽ ടു നള്ളാണെന്ന് നോക്കുക. നള്ളാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ലെഫ്റ്റ് നോഡ് എടുക്കുക, സബ്ട്രീ എടുക്കുക. നോഡ് സ്റ്റാർ ടെംപ് ഈക്വൽ ടു റൂട്ട് ആരോ ലെഫ്റ്റ് ദെൻ
ടേൺ ടെംപ്. ഇത് ലെഫ്റ്റ് സബ്ട്രീയും അല്ലെങ്കിൽ ലെഫ്റ്റ് നോഡ് റൈറ്റ് നോഡ് നള്ളാണെങ്കിൽ ചെയ്യേണ്ട, സബ്ട്രീ ഇല്ല എങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അതല്ല, രണ്ടിലും സബ്ട്രീ ഉണ്ട്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് റൂട്ട് നോഡിനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻഓർഡർ സക്സസറാണ്. സക്സസ് ഇസ് ഈക്വൽ ടു സക്സസർ ഇതിനകത്തോട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് റൂട്ടാണ്. അപ്പം സക്സസർ ഒരു ഇൻഓർഡർ സക്സസറിനെ കണ്ടുപിടിച്ച് കൊണ്ടുതരും. അത് നമ്മുടെ സക്സസർ എന്നത് ഈ നോഡിനകത്ത് വരും. അതിൻ്റെ വേർഡും മീനിങ്ങും നമ്മൾ റൂട്ടിലേക്ക് മാറ്റുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. നമ്മളൊരു നോഡ് റൂട്ട് നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ റൂട്ട് നോഡിൻ്റെ ഇൻഓർഡർ സക്സസ് കണ്ടുപിടിച്ചിട്ട് ആ സക്സസറിനകത്തുള്ള കണ്ടൻറ്റ് റൂട്ടിലോട്ട് കോപ്പി ചെയ്തിട്ട് ആ സക്സസറിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഇൻഓർഡർ സക്സസിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആ പ്രോസസ്സാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അതിനെ കോപ്പി ചെയ്യുക. strcpy റൂട്ട് ഡോട്ട് വേർഡ് സക്സസർ ആരോ വേർഡ്. സക്സസറിലുള്ള വേർഡിനെടുത്ത് റൂട്ട് വേർഡിലേക്ക് വയ്ക്കുന്നു. അതുപോലെ strcpy റൂട്ട് ആരോ മീൻ ഇസ് ഈക്വൽ ടു അല്ല കോമ സക്സസർ ആരോ മീൻ. രണ്ട് സ്ട്രിങ്ങും നമ്മൾ കോപ്പി ചെയ്യും. ദെൻ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് നോഡിന്, അതായത് നമ്മുടെ സക്സസറിനെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ റൂട്ട് ആരോ റൈറ്റ് ഈക്വൽ ടു ഡൽ നോഡ് റൂട്ട് ആരോ റൈറ്റ് കോമ സെർച്ച് ചെയ്യേണ്ടത് സക്സസറിനകത്തുള്ള അത് ഡ്യൂപ്ലിക്കേറ്റ് വേർഡാണ് സെർച്ച് ചെയ്യേണ്ടത്. സക്സസറിൻ്റെ വേർഡ് ഇത്രയാണ് എൻ്റെ എൽസ് പാർട്ടിൽ ഉള്ളത്. ഇത് കഴിയുമ്പോൾ നമ്മൾ റൂട്ടിനെ അങ്ങ് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ റൂട്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ ഇൻഓർഡർ ഡെൽ നോഡ്. ഇനി നമുക്ക് വേണ്ടത് ഫൈൻഡ്. നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വരേണ്ടത് സ്റ്റാർ റൂട്ട് ഒരു വേർഡ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ലിസ്റ്റിനകത്തുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർ വേർഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യണമെന്നറിയാൻ വേണ്ടി വൈൽ റൂട്ട് നോട്ട് ഈക്വൽ ടു നള്ളാണ് അതിൻ്റെ മീനിങ്. വൈൽ റൂട്ട് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇഫ് strcmp റൂട്ടിനകത്തിരിക്കുന്ന വേർഡ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട വേർഡും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സെയിം ആണ്. നമ്മൾ സെർച്ച് ചെയ്യേണ്ട വേർഡ് ഈ റൂട്ടിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് ആണെങ്കിൽ നമ്മൾ ആ വേർഡിനെ കണ്ടു. printf meaning of ആ വേർഡ് അവിടെ പ്രിൻ്റ് ചെയ്യുക. ഈസ് ഏത് വേർഡെന്നും അത് മീനിങ് അവിടെ പ്രിൻ്റ് ചെയ്യുക. ദെൻ സ്ലാഷ് റൂട്ട് ആരോ വേർഡ് കോമ റൂട്ട് ആരോ മീൻ. ഇത്രയാണ് നമുക്കുള്ളത്. ഇനി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക്
ഫൈൻഡ് ചെയ്തില്ല എങ്കിൽ അടുത്ത് നമ്മൾ സെർച്ച് ചെയ്യണം. ഈ റൂട്ടിൻ്റെ ബൈനറി സെർച്ച് ആയതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ട സ്ട്രിങ് ഈ റൂട്ടിൻ്റെ സ്ട്രിങ്ങിനേക്കാൾ ലെഫ്റ്റിലാണോ ലെഫ്റ്റ് സബ് ട്രീയിലാണോ റൈറ്റ് സബ് ട്രീയിലാണോ എന്നുള്ള സെർച്ചിങ്ങാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ strcmp ഫംഗ്ഷൻ വിളിക്കുന്നു. സെർച്ച് ചെയ്യേണ്ട വേർഡ് റൂട്ടിലേക്കുന്ന വേർഡിനേക്കാൾ ചെറുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. <0 ആണെങ്കിൽ അത് ലെഫ്റ്റ് ചൈൽഡിനകത്താണ് അത് കിടക്കുന്നത്. അപ്പോൾ റൂട്ട് ഈക്വൽ ടു റൂട്ട് ആരോ ലെഫ്റ്റ്, അല്ല എങ്കിൽ റൂട്ട് ഈക്വൽ ടു റൂട്ട് ആരോ റൈറ്റ്. എത്രയാണുള്ളത്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്തില്ല എങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു വേരിയബിൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ, ഒരു ഫ്ലാഗ് വേരിയബിളാണ്, അത് ഇനിഷ്യലി 0 ആക്കി വയ്ക്കുന്നത്. ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ അതിനെ അങ്ങ് 1 ആക്കുന്നു. f = 1 ആക്കും. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നിട്ട് നമ്മൾ f = 0 ആണെങ്കിൽ അത് ഫൈൻഡ് ചെയ്തില്ല എന്നാണ് എൻ്റെ മീനിങ്, വേർഡ് കിട്ടിയില്ല. അപ്പോൾ നമ്മളവിടെ പ്രിൻ്റ് ചെയ്യണ printf %s is not found in the dictionary. Not found in the dictionary. Not found in the dictionary. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഫൈൻഡ്. ദെൻ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. നമുക്ക് അപ്ഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് അപ്ഡേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് വേർഡും അതിൻ്റെ റൂട്ടുമാണ് വരുന്നത്. നോഡ് സ്റ്റാർ റൂട്ട് കോമ സ്റ്റാർ വേർഡ്, ഒരു വേർഡ് തരും. അത് ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് അവിടെ നമ്മൾ ഇത് തന്നെയാണ്, ഇതേ അൽഗോരിതം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി f = 0. അതെ, ഫസ്റ്റ് പാർട്ട് ഇത് തന്നെ എഴുതുക. വൈൽ റൂട്ട് strcmp റൂട്ട് വേർഡ് കോമ വേർഡ് ഈക്വൽ ടു 0 ആണ് ഫൈൻഡ് ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എഫിനെ 1 ആക്കുക. printf meaning of %s is %s. അവിടെ നമ്മൾ ഡിസ്പ്ലേ കാണിക്കുന്നു. റൂട്ട് ആരോ വേർഡ് കോമ റൂട്ട് ആരോ മീൻ. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ റൂട്ട് ആരോ വേർഡിന് വരെ നമ്മൾ സെർച്ച് ചെയ്യുന്ന വേർഡാണ് ഇവിടെ ഇരിക്കുന്നത്. അതും അതിൻ്റെ മീനിങ് കാണിച്ചാൽ ഇപ്പം റൂട്ട് ആരോ വേർഡും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ദെൻ അടുത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യണത് printf അപ്ഡേറ്റ് ചെയ്യേണ്ട വേർഡ് എൻ്റെ ന്യൂ മീനിങ് ടു അപ്ഡേറ്റ്. പുതിയ മീനിങ് എന്താണെന്ന് കൊടുക്കുക.
അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്ത് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ചെന്ന് അവിടെയാണ് നിൽക്കുന്നത്, ആ നോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുക. സ്കാനർ %yes, റൂട്ട് ആരോ മീനിങ് അപ്ഡേറ്റ് ചെയ്യുക. റൂട്ട് ആരോ മീൻ ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യിക്കുക. ഇനി എൽസ് ഇഫ് മറ്റേത് തന്നെയാണ്. എൽസ് ഇഫ് strcmp റൂട്ട് വേർഡ് റൂട്ട് ആരോ വേർഡ് <0 ആണെന്ന് നോക്കുക. ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. റൂട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് ആരോ ലെഫ്റ്റ്, അതല്ലെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. റൂട്ട് ഈക്വൽ ടു റൂട്ട് ആരോ റൈറ്റ്. ഇത്രയാണുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക ഈ ഫൈൻഡ് ചെയ്ത് റീപ്ലേസ് ആയോ ഇല്ല എന്നുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ പഴയ മെസ്സേജ് തന്നെ കൊടുക്കുക. പ്രിൻ്റ് %s ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ഡിക്ഷണറി. ഇവിടെ നമ്മൾ %s പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വേർഡ് എവിടെയും കൊടുക്കുക. മുകളിലും അത് തന്നെയാണ്. എറർ വരും. വേർഡ്. ഓക്കെ, ഫൈൻഡ് ആൻഡ് റീപ്ലേസും ആയി. ഇനി നമ്മൾ മെനു ആണ്. ഇവിടെ നമ്മൾ നോഡ് സ്റ്റാർ റൂട്ട് ഈക്വൽ ടു നള്ളാക്കി വയ്ക്കും. ഇനിഷ്യലി നള്ളാക്കുന്നു. നമ്മൾ മെനു ഡ്രിവൺ ആണ്. അപ്പം ചോയ്സ് വേണം. സോ ചോയ്സ് എന്നൊരു വേർഡ് ഞാൻ വെച്ചിരിക്കുകയാണ്. ഫസ്റ്റിലെ നമ്മൾ മെനു ഡിസ്പ്ലേ ചെയ്യാം. ഉപയോഗിക്കാം. പ്രിൻ്റ് create dictionary. The first choice, then new line. Second choice, create a dictionary. രണ്ടാമത്തെ ഡിസ്പ്ലേ. മൂന്നാമത്തത് ഫൈൻഡ്. നാലാമത്തത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. അഞ്ചാമത്തത് ഡിലീറ്റ്. ആറാമത്തത് എക്സിറ്റ്. ഇങ്ങനെ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. ദെൻ പ്രിൻ്റ് എൻ്റർ ചോയ്സ്. നമ്മൾ റീഡ് ചെയ്യുക. സ്കാനഫ് %d &ch ചോയ്സ് റീഡ് ചെയ്യും.
അത് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുക. സ്വിച്ച് ch കേസ് 1 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആണ്. അപ്പം അവിടെ നമ്മൾ ന്യൂ നോഡ് സ്റ്റാർ ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു ക്രിയേറ്റ് ഫങ്ഷൻ വിളിക്കുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇവിടെ പറയുന്നത് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. പുതിയ നോഡ് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് കൊടുത്തു, ദെൻ അത് എം ടി ആണെന്ന് നോക്കുന്നു. ഇഫ് റൂട്ട് ഈസ് ഈക്വൽ ടു നള്ളാണോ നോക്കുക. ഇനിഷ്യലി റൂട്ട് നള്ളായിരിക്കും. ആണെങ്കിൽ ആ ന്യൂ നോഡിനെ എടുത്ത് റൂട്ടിലോട്ട് വയ്ക്കുക. റൂട്ട് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. അല്ല എങ്കിൽ നമ്മളിവിടെ എൽസിനകത്ത് നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകണം. ഇവിടെ ട്രാവേഴ്സ് എൽസ് പാർട്ട് ഇതിനകത്താണ്. എൽസ് പാർട്ട് ഇത് എവിടെ ഇരിപ്പുണ്ട്, അത് നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. അപ്പം എൽസ് നോഡ് സ്റ്റാർ ടെംപ് ഈസ് ഈക്വൽ ടു റൂട്ട് വൈൽ ടെംപ് നോട്ട് ഈക്വൽ ടു നള്ളാണ്, അതാണ് ടെംപ്. നമ്മൾ ചെയ്യുന്ന ഇഫ് ഇപ്പോഴും നമ്മൾ റീഡ് ചെയ്ത ന്യൂ നോഡിൻ്റെ വേർഡ് ടെമ്പിലിരിക്കുന്ന വേർഡിനേക്കാൾ ചെറുതാണോ വലുതാണോ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് ചെറുതാണോ നോക്കുക. ചെറുതാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇഫ് ന്യൂ നോഡ് ആരോ വേർഡ് strcmp ഫങ്ഷൻ വയ്ക്കുക. strcmp സ്ട്രിംഗ് കമ്പയർ ന്യൂ നോഡ് വേർഡ് ടെമ്പിലെ വേർഡ് കമ്പയർ ചെയ്യുമ്പോൾ അത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിനോട് ചെന്നുള്ള നോക്കുക. ഇഫ് ടെമ്പ് ആരോ ലെഫ്റ്റ് ഈക്വൽ ടു നള്ളാണോ നോക്കുക. ടെമ്പാരോ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ നമ്മൾ ആ ടെമ്പ് ലെഫ്റ്റ് നോഡിലേക്ക് വേണം ഇത് പ്ലേസ് ചെയ്യാൻ. ടെമ്പിൻ്റെ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്, ദെൻ ബ്രേക്ക്. ഇത്രയാണ് ലെഫ്റ്റ്. എൽസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ടെമ്പിൻ്റെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അതല്ല ആണെങ്കിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകണം. ടെമ്പ് ഈസ് ഈക്വൽ ടു ടെമ്പ് ആരോ ലെഫ്റ്റ്. ടെമ്പ് ഈസ് ഈക്വൽ ടു ടെമ്പ് ആരോ ലെഫ്റ്റ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡാണോ നോക്കും. അല്ല എങ്കിൽ എൽസ്. ഇവിടെ എഴുതിയിരിക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ എഴുതി പോകുന്നത്. എൽസിൽ വന്നിട്ട് അതാണ് റൈറ്റ് സൈഡാണ്. നമ്മൾ അതിൻ്റെ റൈറ്റ് ചൈൽഡ് എം ടി ആണെന്ന് നോക്കുക. ഇഫ് strc അല്ല ഇഫ് ടെമ്പ് ആരോ റൈറ്റ് ഈസ് ഈക്വൽ ടു നള്ളാണോ നോക്കുക. ആണെങ്കിൽ ടെമ്പിൻ്റെ റൈറ്റിലോട്ട് ഇതിന് വിളിക്കുക. ടെമ്പ് ആരോ റൈറ്റ്
ഈസ് ഈക്വൽ ടു ന്യൂ ഓർഡർ വയ്ക്കുക. then break. else traverse ചെയ്യുക. temp is equal to temp arrow right. temp is equal to temp arrow right. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ വൈൽ ലൂപ്പ് ഇവിടെ തീരുന്നു. ഇതാണ് നമ്മുടെ then else ഇവിടെ കഴിയുന്നു. then break. case 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ആണ്. അത് നമ്മൾ ഇൻ ഓർഡർ വിളിച്ചാൽ മതി. ഇൻ ഓർഡർ റൂട്ട് then break. case 3 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഫൈൻഡ് ആണ്. ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കുക. അപ്പോൾ printf enter word to find. അപ്പോൾ വേർഡിന് നമ്മൾ റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടർ അറേ വേണം. char word 50. scanf %s word സ്കാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈൻഡിനകത്തോട്ട് കൊടുക്കുക. ഫൈൻഡിനകത്ത് റൂട്ടും വേർഡും കൂടെ കൊടുക്കുക. then break. then case 4 find and replace ആണ്. അവിടെയും നമ്മളിത് തന്നെയാണ്. നമുക്ക് ഈ ചാറ് ഇവിടെ ഇങ്ങനെ വേർഡ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിന് വരെ ഇതിനെ നമുക്ക് മെയിലായിട്ട് എവിടെയെങ്കിലും കൊടുക്കും. കോമൺ ഡിക്ലറേഷനകത്ത് ചാർ വേർഡ് 50. ഡിക്ലറേഷൻ മോഡിൽ ഇവിടെ അതങ്ങ് യൂസ് ചെയ്യാതെ printf enter word to find. scanf %s word find and replace. find and replace നകത്ത് റൂട്ടും then വേർഡും കൂടെ കൊടുക്കും. ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അത് റീപ്ലേസ് ചെയ്യേണ്ട പുതിയ മീനിങ് ചോദിക്കും. അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യും. then break. then case 5 അവിടെ printf enter word to delete ചെയ്യേണ്ട വേർഡ് ചോദിക്കുക. scanf
%s, word. Then dull node root, word. Then break. ഇത്രയാണുള്ളത്. സ്വിച്ച് ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ വൈലാണ്. വൈ ch not equal to 6. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഈ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. str സിമ്പിൾ string.h ഇൻക്ലൂഡ് ചെയ്യണം. hash include string.h. നമ്മൾ കമ്പൈൽ ചെയ്ത് നോക്കാം. ഡു വൈൽ തുടങ്ങുന്നതിന് മുമ്പ് എററുണ്ട്. നൂറ്റിയേഴ് 111. ഇൻഡ് CH ആണ്. അതിൻ്റെ തന്നെയായിരിക്കും 111 വന്നിരിക്കുന്നത്. ഈ നോഡറിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ടെമ്പയ്ക്ക് 141. ടെമ്പ്. ഓക്കെ, കഴിഞ്ഞു. ./a.out ക്രിയേറ്റ് ഡിക്ഷണറി. നമുക്ക് കുറച്ച് വേർഡ്സ് എൻ്റർ ചെയ്യണം. വേർഡ്സ് മീനിങ് ഉള്ള എൻ്റർ ചെയ്യാം. ഫസ്റ്റിലെ ഹാപ്പി, ദെൻ അതിൻ്റെ ജോയ്ഫുൾ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫാസ്റ്റ്, ക്വിക്ക് ഒരു വേർഡോട് കൊടുക്കുകയാണ്. കാം, ക്വയറ്റ് ഒരു വേർഡ് കൊടുക്കണം. ബ്യൂട്ടിഫുൾ, സ്റ്റണ്ണിങ് ഒരു വേർഡ് കൊടുക്കാം. സ്മാൾ, ടൈനി. ഇത്രയും കൊടുത്തിട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വരുന്നുണ്ട്. ആദ്യത്തെ വേർഡ് ബ്യൂട്ടിഫുൾ, അതിൻ്റെ മീനിങ് സ്റ്റണ്ണ്, കാം, ക്വയറ്റ്, ഫാസ്റ്റ്, ക്വിക്ക്, ഹാപ്പി, ജോയ്ഫുൾ, ദെൻ സ്മാൾ, ടൈനി. അപ്പം ഫസ്റ്റ് ഓപ്ഷന് സെക്കൻഡ് ഓപ്ഷന് വർക്ക് ചെയ്തു.
ഇത് നമ്മൾ ഹാപ്പി കഴിഞ്ഞ് ഒരെണ്ണേ ഉള്ളൂ, നമുക്ക് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. സ്മോൾ ഒരെണ്ണം ഒരു വേർഡ് കൂടെ ആഡ് ചെയ്യാം, ടയേർഡ്. ഫാറ്റിഗ്. ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, അത് താഴെ വന്നു, ടയേർഡ്, ഫാറ്റിഗ്. അപ്പോൾ നമ്മുടെ ഇത് ബൈനറി സെർച്ച് ട്രീയിലാണ് ഇതിരിക്കുന്നത്. ആൽഫബറ്റിക് ഓർഡറിലൊന്നുമല്ല. ട്രീയെ നമ്മൾ ഇൻഓർഡർ ട്രാവേഴ്സ് ചെയ്ത് വന്നപ്പോൾ അത് സോർട്ട് ചെയ്ത് വന്നു എന്നേ ഉള്ളൂ. ഫസ്റ്റിലിരിക്കുന്ന നോഡ് ഹാപ്പിയാണ്, കാരണം നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത ഹാപ്പിയാണ്. അതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള എല്ലാം വന്ന് ബ്യൂട്ടിഫുൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ വന്നു, അതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ആദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫൈൻഡ് കൊടുത്ത് നോക്കാം. 3 കാം കൊടുത്ത് നോക്കാം. ഓക്കെ, കാം ഈസ് മീനിങ് ഓഫ് കാം ഈസ് ക്വയറ്റ്. മീനിങ് ഓഫ് കാം ഈസ് ക്വയറ്റ്. അപ്പോൾ അത് ഫൈൻഡ് ചെയ്തു. കാമിൻ്റെ മീനിങ് ക്വയറ്റാണ്, ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു റീപ്ലേസ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൊടുത്ത് നോക്കാം. നമ്മൾ സ്മോളിനെ എടുത്ത് നോക്കാം. സ്മോൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. സ്മോൾ ടൈനി എന്ന് കിട്ടി. എൻ്റെ മീനിങ് എൻ്റർ ചെയ്തത് ടൈനി എന്നാണ്. നമുക്ക് അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാം. ലിറ്റിൽ എന്നാക്കി. ഇനി ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതാ ചേഞ്ച് ചെയ്തു. സ്മോള് ലിറ്റിൽ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ്, വേർഡ് ആൻഡ് മീനിങ് എക്സ്പെരിമെൻറ്റ് യൂസിങ് ബൈനറി സെർച്ച് ട്രീ വെച്ച് ചെയ്യുന്നു. അതിന് ഒരെണ്ണം കൊണ്ടുണ്ട് ഡിലീറ്റ്. അപ്പോൾ ഡിലീറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ഹാപ്പി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതാണ് ഫസ്റ്റ് നോഡ്, ഏറ്റവും റൂട്ട് നോഡ് ഇതാണ്. ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ, കാം, ഫാസ്റ്റ്, സ്മാൾ, ടയേർഡ് 1 2 3 4 5 വരാണ്. ഇത് 6 ഉണ്ട്. അപ്പോൾ നമുക്ക് ഹാപ്പി അങ്ങ് ഡിലീറ്റ് ചെയ്ത് നോക്കാം. 5 ഹാപ്പി ഡിലീറ്റായി. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ബ്യൂട്ടിഫുൾ, കാം, ഫാസ്റ്റ്, സ്മാൾ, ടയേർഡ്. ഹാപ്പി, ഇവിടെ ഇരുന്ന് ഹാപ്പി പോയി. ഫാസ്റ്റിൻ്റെയും സ്മാളിൻ്റെ ഇടയിലായിരുന്നു ഹാപ്പി ഇരുന്ന്, അതങ്ങ് പോയി. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീ വെച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മീനിങ് ആൻഡ് വേർഡ് ആൻഡ് മീനിങ് പെയർസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ രീതിയിൽ ചെയ്യാം. എന്തായാലും ഞാനിത് ഈ രീതിയിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. എന്തായാലും അടുത്ത എക്സ്പെരിമെൻറ്റ് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.